നമസ്കാരം. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് അദ്ദേഹത്തിന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. മരണം ഉറപ്പായി എന്ന് അദ്ദേഹത്തിന് ഏറെക്കുറെ മനസ്സിലായി, അല്ലെങ്കിൽ തോൽക്കുമെന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഒരു പിൻഗാമി വേണമല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം മുൻകൂട്ടി പിൻഗാമിയെ പ്രഖ്യാപിച്ചത് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത. ഈ വാർത്ത ഒരുപാട് ആളുകൾ അത് ഇറാന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാവട്ടെ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ വാർത്ത ഇങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം, ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും, അല്ലെങ്കിൽ അവർക്കും അക്കാര്യത്തിൽ ഉറപ്പുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, അത് ആരാണെങ്കിലും മരിക്കും. കംനായി ആണെങ്കിലും ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിലും ഞാനാണെങ്കിലും മറ്റാരാണെങ്കിലും മരിക്കും, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ, അവരൊക്കെ പൊതുവെ മരണശേഷമാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ അത് വിശ്വസിക്കാത്ത ആളുകളുമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആ വാർത്ത പറയുന്നത് ശരിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. മരണശേഷം ഒരാളെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. മരണം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആയത്തുള്ള അലി ഖംനായി അദ്ദേഹത്തിന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ യുദ്ധമില്ലെങ്കിലും അദ്ദേഹം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നേരത്തെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. നമ്മളുടെ വീട്ടിലൊക്കെ ഈ കാരണന്മാരൊക്കെ കുറച്ചൊക്കെ വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മക്കൾ തമ്മിൽ തല്ലണ്ട എന്ന് കരുതി സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കാറുണ്ട്. അത് അവർ മരിക്കുമെന്ന് പേടിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മരണത്തെ ഭയന്നുകൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ആക്രമിക്കുമെന്ന് ഭയന്നുകൊണ്ടോ ഒന്നുമല്ല. അത് അവരുടെ ഒരു കടമയാണ്, അതാണ് അവർ നിർവഹിക്കുന്നത്. ഇവിടെ കംനായി ചെയ്യുന്നതും അത് തന്നെയാണ്. പിന്നെ ഈ ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അദ്ദേഹം കൊല്ലപ്പെട്ടേക്കാം. അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഇനിയൊരു നേതാവിന്റെ കുറവ് വരരുത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ വേണമല്ലോ. അതിന്റെ ഭാഗമായിട്ടും അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കാം, അല്ലെങ്കിൽ ആ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കംനായിയുടെ ആ ചങ്കൂറ്റത്തെയാണ്. ആ ചങ്കൂറ്റമാണ് ഇവിടെ വാർത്തയാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ധീരതയാണ് ഇവിടെ വാർത്തയാക്കേണ്ടത്. അമേരിക്ക ആക്രമിച്ച് കംനായി കൊല്ലപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കംനായി തിരിച്ചറിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അമേരിക്കയോടുള്ള വിയോജിപ്പ് ശക്തമായി അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അമേരിക്ക ഏതെല്ലാം വഴികളിലൂടെ കംനായിയെ ഭീഷണിപ്പെടുത്തി, ഏതെല്ലാം വഴികളിലൂടെ ഇറാനെ ഭീഷണിപ്പെടുത്തി, അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കുമെന്ന് പറഞ്ഞു, എന്തെല്ലാം പണികൾ അവരെടുത്തു. ആ പണികളൊക്കെ പരാജയപ്പെട്ടു. ഇപ്പോഴും അവരാ പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി എന്തൊക്കെ പണിയുമായി ഇങ്ങോട്ട് വന്നാലും, മരിക്കേണ്ടി വന്നാലും നിങ്ങളോട് വിട്ടുവീഴ്ചയില്ല, നിങ്ങളുമായി ഒരു സന്ധിക്കും തയ്യാറല്ല എന്നുള്ള നിലപാടിനല്ലേ കൈയടിക്കേണ്ടത്? അതല്ലേ ഇതിലെ വാർത്ത, പ്രാധാന്യമുള്ള വിഷയം അതല്ലേ? അല്ലാതെ കംനായി കൊല്ലപ്പെടുമെന്നുള്ളതോ, അല്ലെങ്കിൽ അദ്ദേഹം പിൻഗാമിയെ പ്രഖ്യാപിച്ചു എന്നുള്ളതോ ഒന്നുമല്ല. മരിക്കുമെന്ന് ഉറപ്പായിട്ടും, അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്ന് ഉറപ്പായിട്ടും അദ്ദേഹം പോരാട്ടം മുഖത്ത് ഉറച്ചു നിൽക്കുന്നു. നിലപാടുള്ള വ്യക്തിയാണ്. ട്രംപിനെ പോലെ നാഴികക്ക് 40 വട്ടം മലക്കം അറിയുന്ന ഒരു പരിപാടി കംനായിയെ കുറിച്ച് നമ്മൾ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല, കണ്ടിട്ടുമല്ല. അദ്ദേഹത്തിന്റെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളുടെ മണ്ണോ അതുപോലെ തന്നെ ആകാശമോ വെള്ളമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അത് വിട്ടുതരില്ല ഇറാനെ ആക്രമിക്കാൻ എന്നുള്ള നിലപാട് അവർ പ്രഖ്യാപിച്ചു. അത് വിട്ടുകൊടുത്താൽ അമേരിക്കയെ പോലെ തന്നെ ആ രാജ്യങ്ങളും ഞങ്ങളുടെ ശത്രുക്കളാണ്, അവിടെ അമേരിക്കയുടെ ബേസുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നൊക്കെ ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇസ്രായേലാണത്രേ ഇനി അമേരിക്കയെ സഹായിക്കാൻ പോകുന്നത്. ഹൈഫ തുറമുഖവും അതുപോലെ തന്നെ ബെൻഗുറിയോൺ എയർപോർട്ടും ഒക്കെ ഇവിടെ അമേരിക്കക്ക് വേണ്ടി ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ബെൻഗുറിയോൺ എയർപോർട്ടിൽ ഇവിടെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈഫ തുറമുഖത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ അത് നങ്കൂരമിടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവിടെയും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് അതൊരു വിജയമാണ്, ഇറാന്റെ ഏറ്റവും വലിയൊരു വിജയമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാൻ പറഞ്ഞു, ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ബേസുകൾ വിട്ടുകൊടുത്താൽ ആ രാജ്യങ്ങളെ കൂടെ ഞങ്ങൾ ശത്രുവായിട്ട് കണക്കാക്കും, ശത്രു പക്ഷത്ത് അവരെ കൂടെ നിർത്തും, ആ രാജ്യങ്ങളെ കൂടെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ഇറാന്റെ വാക്ക് ഈ രാജ്യങ്ങൾ മുഖവിലൊക്കെ എടുത്തു. അതായത് ആദ്യം ഇറാൻ വിജയിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആ ഒരു തീരുമാനം, ആ ഒരു പ്രഖ്യാപനം, ഈ ഗൾഫ് രാജ്യങ്ങൾ അത് ഗൗരവത്തോടു കൂടി തന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. ആ ശത്രുവിനെ മാത്രം നോക്കിയാൽ മതി. മേഖലയിൽ മൊത്തത്തിൽ വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അമേരിക്ക അടിച്ചാൽ അമേരിക്കയെ തിരിച്ചടിക്കുക, ഇസ്രായേലിനെ തിരിച്ചടിക്കുക, ഇസ്രായേലിനെ സഹായിക്കുന്നതെങ്കിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കുക.
അതായത് ഇസ്രായേലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, മറ്റു രാജ്യങ്ങളെ ഒന്നും ഇവിടെ ആക്രമിക്കേണ്ട സാഹചര്യമില്ല, ആ രാജ്യങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ആവശ്യമില്ല, ആ രാജ്യത്തെ അമേരിക്കൻ ബേസുകൾ ഒരു പക്ഷേ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിലപ്പുറം ആ രാജ്യങ്ങൾക്ക് മറ്റു നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല. അതായത് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടെ അങ്ങ് ഒന്നായി ലോകത്തെ ഏറ്റവും വലിയ ശക്തി ഇറാനെതിരെ തിരിയുന്നു എന്ന രീതിയിലാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ ഇറാന്റെ വിജയം മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും അമേരിക്കക്ക്, ഇസ്രായേൽ കൂട്ടിനുണ്ടായിട്ട് പോലും അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാൻ, ഇറാനു നേരെ ഒരു വിരൽ ഞൊടിക്കാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളതാണ്. അതിനുള്ള ഒരു ധൈര്യമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന ചില വാർത്തകളുണ്ട്, ഇറാനോടൊന്ന് പറയൂ, ഞങ്ങളെ ആക്രമിക്കരുതെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു പലതവണ ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ചു എന്നതാണ് വാർത്ത. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവസ്ഥയിൽ നിൽക്കുന്ന ഇസ്രായേല് ഇത്ര വലിയ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ, ഇസ്രായേൽ ഒരു പക്ഷേ കിട്ടിയ അവസരം പരമാവധി വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അമേരിക്കയെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടായിരിക്കാം. അവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അവരൊക്കെ പുറമേക്ക് പലതും പറയും, എന്നാൽ അന്തർധാര സജീവമാണ്, അടിയിലൂടെയാണ് പണികളൊക്കെ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അവർ പറയുന്നത് ഒന്ന്, പ്രവൃത്തി മറ്റൊന്നാണ്. എന്തായാലും ഇവിടെ ഇപ്പോഴും അവർക്ക് ഇത്ര വലിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കിയിട്ടും എല്ലാവിധ സംവിധാനങ്ങളും അവർക്ക് ഉണ്ടായിട്ടും നിലത്തു നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും അവർക്ക് വിരൽ ഞൊടിക്കാൻ കഴിയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിരലൊന്നും ഞൊടിക്കാൻ കഴിയുന്നില്ല. സ്വന്തം സൈനിക മേധാവിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അത്തരം ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും പോയിരിക്കുന്നത് എന്നാണ് ഇവിടെ ചില വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.